നമസ്കാരം കൂട്ടുകാരെ, അങ്ങനെ കാത്തിരിപ്പിന് വിരാമം. നാളെ മെയ് 4-ാം തീയതി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം നമ്മുടെ കേരളം ഇനി ആര് ഭരിക്കുമെന്നുള്ളത് അറിയാനായിട്ട് ജനാധിപത്യത്തിന്റെ ഈ വലിയ ഉത്സവത്തിന് നിങ്ങളെല്ലാം റെഡിയല്ലേ? പക്ഷെ ഇത് ആര് ജയിക്കുമെന്നുള്ള ഒരു വലിയ കൺഫ്യൂഷനിലാണുള്ളത്. എനിക്ക് ഒന്നേ പറയാനുള്ളത്, BJP ഒരിക്കലും ഒരു സീറ്റുമായിട്ട് പോകരുതെന്നുള്ളതാണ്. VD സതീശൻ ഇന്ന് ചില മാധ്യമങ്ങളിലൂടെ ചില ഫുട്ടേജ് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ വളരെയധികം എനർജറ്റിക് ആയിട്ടാണ് VD സതീശനെ കാണുന്നത്. പക്ഷെ അത് അവിടെ നിൽക്കേ നമ്മുടെ നിലവിലുള്ള CM പിണറായി വിജയൻ തലസ്ഥാനം വിട്ടെന്നുള്ള വാർത്തയാണ് വരുന്നത്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ LDF-ൽ ഇപ്പോൾ എന്താണ് വിഷയം? ഇത്രയും ഒരു ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ള സമയത്ത് തലസ്ഥാനം വിടാൻ പിണറായി വിജയൻ എന്താണ് ആ ഒരു മാനസിക അവസ്ഥ എന്താണെന്ന് നമുക്കറിയാൻ മേല. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആണ് VD സതീശന്റെ ഇന്ന് മാധ്യമങ്ങളിൽ ചില വീഡിയോസ്. അപ്പം ഞാൻ അതിവിടെ വെക്കാൻ പോകുവാണ്. നമുക്ക് ആദ്യം അല്ലേ നാളെ 24 മണിക്കൂറല്ലോ ഒന്നും പറയുന്നില്ലേ? ആ വോട്ടെടുപ്പിന് ശേഷമുള്ള അതേ ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് മുഖ്യമന്ത്രിയെ തിരിച്ചെത്തണം എന്നാണ് പറവൂരുകാരൊക്കെ പറയുന്നത്. പള്ളികളിലൊക്കെ ആശംസകൾ ഹലോ നോക്കണേ നിങ്ങൾ വീഴരുതേ. നിലപാടില്ലാത്ത ഒരുത്തരുണ്ടല്ലോ, അഖിൽ മാരാറ്. നിലപാടില്ലാത്ത ഒരു രാജാവെന്ന് പറയാം. അങ്ങനെ പുള്ളിക്ക് ഒരു പേരിട്ട് കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ആ പുള്ളിയെ ഒന്ന് ട്രോളാൻ വേണ്ടി ഞാനൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു. ഇനിയും പാടി എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വതന്ത്രമായിട്ട് മത്സരിച്ചോളാം. ഞാൻ പണ്ടും ഒരു തവണ സ്വന്തമായിട്ട് ജയിക്കും തോക്കും എന്നുള്ളതൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ മാത്രം മതി. ആദ്യം നമുക്കൊരു നിലപാട് വേണം. ഇന്ന പാർട്ടിയിലാണെന്ന് നട്ടല് വിളയ്ക്കാതെ പറയാൻ കഴിയണം. നട്ടല് വിളയ്ക്കാതെ അഭിമാനബോധത്തോടുകൂടി പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലുമില്ല. വൺസ് ചാണകത്തിൽ വീണ് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അഖിൽമാരാന്റെ കാര്യം ഇത്രേ ഉള്ളൂ. പിന്നെ വേറൊന്നും ഉണ്ടല്ലോ, എന്നെ കുണ്ട്രയിൽ മത്സരിക്കുന്നേ, അതിലും ഒരു വലിയ പ്രതീക്ഷയൊന്നുമില്ല. അഥവാ ജയിച്ചു കഴിഞ്ഞാൽ ആ കുണ്ട്ര മണ്ഡലം മൊത്തത്തിൽ ഞാനൊന്നും ബാക്കി പറയുന്നില്ല, നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്തോ എന്തായി തീരുമെന്നുള്ളത്. അപ്പോൾ വേറെ ഒരു കാര്യം പറയാനുള്ളത്, തലസ്ഥാനം വിട്ട പിണറായി വിജയൻ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ ഒരു അടിയായിട്ട് പോയി, ഭയങ്കര ഒരു തിരിച്ചടിയായിട്ട് പോയി. കാരണം അവരിൽ തന്നെ ഒരു മാനസികമായിട്ടുള്ളൊരു സങ്കടം വരുത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ CM ചെയ്തിരിക്കുന്നത്. കടക്ക് പുറത്ത് എന്നൊക്കെ പറയേണ്ട ഒരു മണിക്കൂറുകളാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് കേരളം വിടുന്നു എന്നുള്ള വാർത്ത അമേരിക്കയിലോട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മൊത്തം ഔട്ട് ഓഫ് ഇന്ത്യ അങ്ങ് വിട്ട് രാജ്യം തന്നെ ഉപേക്ഷിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ എന്താണ് ഖജനാവ് മൊത്തം നിറയ്ക്കാൻ ഇനിയും മണിക്കൂറുകളില്ലായിരുന്നു. ഞാനിത് LDF കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറ്റം പറയുന്നതൊന്നും അല്ല കേട്ടോ. എനിക്ക് പറയാനുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ പാർട്ടിയെ കുറ്റം പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്, ട്രോളും നല്ലോണം ചെയ്യും. പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് ഒരു കോമഡി രൂപേണ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF-കാരെല്ലാം വന്ന് ഈ കമന്റ് ബോക്സ് മൊത്തം എന്നെ തെറി വിളിക്കരുത്. ഇതേപോലെ തന്നെ കോൺഗ്രസിനെയും എനിക്ക് നല്ല രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ നല്ല പൂജാന്ന് എനിക്കറിയാം. പിന്നെ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഇനി ഏതാനും മണിക്കൂറേ ഉള്ളൂ. ഈ ഉത്സവ സമയമാണ് നമുക്കിനി, ഉത്സവത്തിന്റെ ഒരു ആഘോഷിക്കുന്ന സമയമാണ് നമുക്കിനുള്ളത് കേരളത്തിനെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ നമ്മൾ അതിലോട്ടാണ് കടക്കുന്നത്. ഇപ്പം ആര് ജയിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എന്നിരുന്നാല് എന്താണെന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ വീട്ടില് ചോറുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടാലേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടാലേ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിപ്പോൾ ആര് ജയിച്ചാലും ഒരു കുഴപ്പമില്ല, എക്സെപ്റ്റ് BJP ജയിക്കരുത് എന്നുള്ള മാത്രമേ ഉള്ളൂ എൻ്റെ കഷ്ടപ്പെട്ട്. അത് മാത്രമേ ഉള്ളൂ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. നാളത്തെ റിസൾട്ട് വരട്ടെ, ജയിക്കട്ടെ ആരെങ്കിലും, കേരളം ഭരിക്കട്ടെ, നിയമങ്ങൾ നല്ലത് കൊണ്ടുവരട്ടെ, പുരോഗമനം നല്ല കൊണ്ടുവരട്ടെ, പാവപ്പെട്ടവരെ രക്ഷിക്കട്ടെ, പാവപ്പെട്ടവർക്ക് നല്ല ആനുകൂല്യങ്ങൾ, കഷ്ടപ്പെടുന്ന ജോലിക്കാർക്ക് നല്ല ആനുകൂല്യങ്ങൾ കൊടുക്കട്ടെ. അങ്ങനെ എല്ലാം ഞാൻ ഒരു ഗ്രീറ്റിംഗ്സ്, ഞാനൊരു വിഷ് നൽകുന്നു ആര് ജയിച്ചാലും. അത് മാത്രമേ ഉള്ളൂ ഗൈസ്.
നാളെ പെട്ടെന്ന് തന്നെ വേറെ മറ്റ് വീഡിയോകൾ ഈ ഇലക്ഷൻ്റെ ജയിച്ച കാര്യങ്ങളെക്കുറിച്ചും അങ്ങനത്തെ ഒക്കെ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വിഷയം ഒട്ടനെ വരുന്നതായിരിക്കും. സീ യു സൂൺ ഗൈസ്, ബൈ.